ഒരു സ്നേഹിതൻ അയച്ചു തന്ന വാട്സപ്പ് സന്ദേശത്തിന്റെ ഒരു വിശദീകരണമാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത്. അതായത്, നെഞ്ചുവേദന വന്ന ഒരു മനുഷ്യൻ ഡോക്ടറെ കണ്ടു. അപ്പൊ ഡോക്ടർ ആൻജിയോപ്ലാസ്റ്റി ചെയ്യണം എന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം ആൻജിയോപ്ലാസ്റ്റി ചെയ്തില്ല. അതിന് പകരം കുറച്ച് മരുന്നുകൾ കഴിക്കുകയും ജീവിതശൈലിയിൽ വ്യത്യാസം വരുത്തുകയൊക്കെ ചെയ്തു. ഇപ്പൊ ഏതാണ്ട് 20 വർഷമായിട്ട് പുള്ളിക്ക് ഒരു കുഴപ്പമില്ല. അപ്പൊ അതുകൊണ്ട് ഈ ഡോക്ടർമാരെല്ലാം ആൻജിയോപ്ലാസ്റ്റി വെറുതെ പറയുന്നതാണ്, അനാവശ്യമായിട്ട് ഓടിച്ചെന്ന് ചെയ്യരുത് എന്നുള്ളതാണ് ആ വാട്സപ്പിലുള്ള ഒരു മെസ്സേജ്. അപ്പൊ അതിനെപ്പറ്റിയാണ് ഞാനൊന്ന് പറയാൻ ഉദ്ദേശിച്ചത്. ഹൃദയത്തിലോട്ട് രക്തമൊഴുകുന്ന ധമനികൾ, അതിന് കൊറോണറി ധമനികൾ എന്നാ പറയുക. ഈ കൊറോണറി ധമനികളെ നമുക്കൊരു മെയിൻ റോഡായിട്ട് സങ്കല്പിക്കും. മെയിൻ റോഡിന് തന്നെ കുറെ ഇടവഴികൾ ഉണ്ടാവുമല്ലോ. അപ്പൊ ആ ഇടവഴികൾ തന്നെ ഒരുപാട് ട്രാഫിക് ഉള്ള ഒരു മെയിൻ റോഡാണെങ്കിൽ ഇടവഴികൾ ആളുകൾ കൂടെ യൂസ് ചെയ്യും. അപ്പൊ അതായത് ഒരു സാധാരണ മനുഷ്യൻ, കുറച്ച് വ്യായാമമൊക്കെ ചെയ്യുന്ന മനുഷ്യനാണെങ്കിൽ ഈ പ്രധാന ധമനികൾ കൂടാതെ ഒരുപാട് ഇടവഴികൾ, കൊച്ചു ധമനികളിൽ കൂടിയും രക്തം സാധാരണഗതിയിൽ തന്നെ സഞ്ചരിക്കും. അതുകൊണ്ട് തന്നെ ഈ ചെറിയ ധമനികൾ, ഇടവഴികൾ എന്ന് നമ്മൾ പറയുന്ന ആ ധമനികൾ ട്രാഫിക്കിനെ, അതായത് ബ്ലഡിനെ ഒഴുകാനായിട്ട് എപ്പോഴും സജ്ജമായി. ഈ ബ്ലോക്കേജ് എന്ന് വെച്ചാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മെയിൻ ധമനി, അതായത് ഒരു പ്രധാന ധമനി ഒരു 70% ബ്ലോക്ക് ഉണ്ടെന്ന് വെച്ചു. അതായത് ഒരു മെയിൻ റോഡ് 70% വീതി ബ്ലോക്കായി പോയെന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ട്രാഫിക് വളരെ സ്ലോ ആവും. അപ്പോൾ ഒരു മെയിൻ റോഡ് ഒരു 70% ബ്ലോക്ക് ആണെങ്കിൽ നമ്മൾ എന്താ പറയുക, ഒരു സാധാരണ മനുഷ്യൻ ആ ബ്ലോക്ക് എത്രയും വേഗം മാറ്റും അല്ലേ? ഡോക്ടർമാരും അത് തന്നെയാ പറയും. പക്ഷേ ബ്ലോക്ക് മാറ്റാതെ ഒരു മാർഗമില്ലെന്ന് ചോദിച്ചാൽ ഉണ്ട്. നമുക്ക് ഇട റോഡുകൾ എടുക്കാം, പക്ഷേ സ്പീഡ് വളരെ കുറഞ്ഞിരിക്കും. അതേമാതിരി ബ്ലോക്ക് സ്റ്റെന്റ് ഇട്ട് മാറ്റണ്ട, ആൻജിയോപ്ലാസ്റ്റി ചെയ്യണ്ട, പക്ഷേ സാധാരണ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യാൻ പറ്റൂല. ഉദാഹരണമായിട്ട് പടി കയറാൻ പറ്റൂല, അല്ലെങ്കിൽ കയറ്റം കയറാൻ പറ്റൂല. അപ്പോഴൊക്കെ നെഞ്ചുവേദന വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് മതിയെങ്കിൽ സ്റ്റെന്റിന്റെ ആവശ്യമില്ല. അപ്പൊ ഈ സ്റ്റെന്റ് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നമുക്ക് ഏത് തരത്തിലുള്ള ജീവിതമാണ് വേണ്ടത് എന്നുള്ളത്. ജീവിതശൈലിയിൽ നമുക്ക് വലിയ കയറ്റം, ഞാൻ പടിയൊന്നും കയറുന്നില്ല, ഞാൻ ലിഫ്റ്റ് ഉപയോഗിച്ചോളാം, കയറ്റത്തിലൊക്കെ ഞാൻ നിന്ന് പതുക്കെ കയറിക്കോളാം എന്നൊക്കെ ആണെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ സ്റ്റെന്റിന്റെ ആവശ്യമില്ല. അപ്പൊ ഈ സ്റ്റെന്റ് വേണോ വേണ്ടേ എന്നുള്ളത് ഡോക്ടർ പറഞ്ഞതല്ല. ഡോക്ടർ പറയുന്നത് എന്താണ്, ഒരു മെയിൻ റോഡിൽ ബ്ലോക്ക് കണ്ടാൽ നമ്മൾ എന്താ പറയുക, ആ ബ്ലോക്ക് എത്രയും വേഗം മാറ്റും. അത് തന്നെ ഡോക്ടർ പറയുള്ളൂ, നിങ്ങൾ ആ ബ്ലോക്ക് മാറ്റും. അപ്പൊ ഈ 70% ശരി സ്റ്റെന്റ് ചെയ്തോട്ടെ, 50% സ്റ്റെന്റ് ചെയ്യണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 50% ബ്ലോക്കേ ഉള്ളൂ എന്ന് നമ്മൾ കണ്ടു. പക്ഷേ അയാൾ നടക്കുമ്പോഴും കയറ്റം കയറുമ്പോഴും ഒക്കെ നെഞ്ചുവേദന വരും. അപ്പോൾ ആ ബ്ലോക്ക് ഈ 50% എന്നുള്ളതല്ല, ആ ബ്ലോക്ക് ഭേദിച്ച് ഹൃദയത്തിന് ആവശ്യത്തിന് രക്തം എത്തുന്നില്ലെന്നില്ല എൻ്റെ അർത്ഥം. അപ്പൊ അവിടെയും നമുക്ക് ചെയ്യണ്ടേ? ചെയ്യാതിരുന്നൂടെ എന്ന് ചോദിച്ചാൽ ചെയ്യാതെയും ഇരിക്കാം. നമുക്ക് നെഞ്ചുവേദന ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ അങ്ങ് ഒഴിവാക്കുക. ബ്ലോക്ക് വലുതാവാതിരിക്കാനായിട്ട് ബ്ലഡ് തിന്നേഴ്സ് എന്ന് പറയും, അതായത് രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്നുകൾ കഴിക്കുക. കാരണം അവിടെ ചെന്ന് രക്തം കട്ട പിടിച്ചാൽ ഈ പറഞ്ഞ മാതിരി ബ്ലോക്ക് വീണ്ടും കൂടി വരില്ലേ. പിന്നെ കൊളസ്ട്രോൾ കുറയ്ക്കുക, കാരണം കൊളസ്ട്രോൾ ചെന്ന് ഈ രക്തക്കുഴലിൽ പറ്റി പിടിച്ചിരുന്ന് ബ്ലോക്ക് കൂടാം. ഈ എണ്ണ നമ്മുടെ കയ്യിൽ വന്നാൽ അത് പോകില്ലല്ലോ, അതേമാതിരി ഇത് കയറി അങ്ങ് പറ്റിയിരിക്കും. പിന്നെ സ്മോക്കിംഗ് ഒഴിവാക്കുക, BP കുറയ്ക്കുക. അങ്ങനെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് സ്റ്റെന്റ് ഇല്ലാതെ തന്നെ ഒരു റെസ്ട്രിക്റ്റഡ് ലൈഫിന് പ്രശ്നമില്ല. ഇതൊരു പുതിയ കാര്യമല്ല. ഈ സ്റ്റെന്റൊക്കെ ഇട്ട് തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ നെഞ്ചുവേദന വന്നു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് പറയുക, നിങ്ങൾ നിങ്ങൾക്ക് ഏതൊക്കെ പ്രവർത്തനങ്ങളാണ് നെഞ്ചുവേദന ഉണ്ടാക്കുന്നത് അത് ഒഴിവാക്കുക തൽക്കാലം, എന്നിട്ട് ഈ മരുന്നുകൾ കഴിക്കുക. അതായത് രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്ന്, കൊളസ്ട്രോളിന്റെ മരുന്ന്, സ്മോക്കിംഗ് നിർത്തുക, BPക്ക് മരുന്ന് കഴിക്കുക. ഇട റോഡുകളിൽ ട്രാഫിക് കൂടുമ്പോൾ പോലീസ് പെട്ടെന്ന് വന്ന് നിയന്ത്രിക്കുന്ന പോലെ നമുക്ക് എന്തെങ്കിലും പ്രവൃത്തി ചെയ്ത് നെഞ്ചുവേദന വന്നു കഴിഞ്ഞാൽ ഈ സോർബിട്രേറ്റ് പോലെയുള്ള മരുന്നുകൾ നാക്കിനടിയിൽ വെക്കുമ്പോൾ വീണ്ടും നമുക്ക് ആ വേദന അങ്ങ് മാറി. അപ്പൊ ഇതാണ് നമ്മൾ പണ്ടുകാലം മുതലേ ചെയ്തുകൊണ്ടിരുന്ന കാര്യം. അതായത് ഈ സ്റ്റെന്റ് വരുന്നതിന് മുമ്പ് നമ്മൾ ഹൃദ്രോഗികളെ ഇങ്ങനെ തന്നെയാണ് ചികിത്സിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ആൻജിയോപ്ലാസ്റ്റി, അതായത് സ്റ്റെന്റ് വന്നതിന് ശേഷം ആൾക്കാർക്ക് ജീവിതത്തിൽ കുറച്ചും കൂടെ ആസ്വദിച്ച് ജീവിക്കണം എന്ന് ആഗ്രഹം വന്നുപോയി. അപ്പൊ അവർക്ക് കുറച്ചും കൂടെ മെയിൻ റോഡിൽ കൂടെ തന്നെ സഞ്ചരിക്കണം. അപ്പോഴേക്കും ആ ബ്ലോക്ക് ഒന്ന് മാറ്റേണ്ടി വരും.
ബ്ലോക്ക് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് വേഗത്തിൽ സഞ്ചരിച്ചൂടെ? അപ്പൊ നമുക്ക് കയറ്റമൊക്കെ കയറാം, പടിയൊക്കെ കയറാം. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഈ സ്റ്റെന്റ് നമ്മൾ അഡ്വൈസ് ചെയ്തത്. അത് അഡ്വൈസ് ചെയ്തെന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് സ്റ്റെന്റ് എടുക്കണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അത് പേഷ്യൻ്റാ തീരുമാനിക്കേണ്ടത്. അപ്പൊ ഇത് പേഷ്യന്റ് വേണോ വേണ്ടയോ എന്നുള്ളതനുസരിച്ച് തീരുമാനിക്കേണ്ട കാര്യമാണ്. അത് ഡോക്ടർമാർ നിർബന്ധിച്ച് അടിച്ചേൽപ്പിക്കുന്നു എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഇപ്പൊ നമ്മൾ തന്നെ ഒരു മെയിൻ റോഡിൽ ഒരു ബ്ലോക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരു സാധാരണ മനുഷ്യൻ പറയുന്നത് ആ ബ്ലോക്ക് എത്രയും വേഗം മാറ്റുക എന്നുള്ളതാണ്. അത് മാത്രമേ നമ്മുടെ ഡോക്ടറും പറയൂ. ബ്ലോക്ക് മാറ്റാതിരിക്കുക, നമുക്ക് ഫണ്ടില്ല, ഉടനെ ബ്ലോക്ക് മാറ്റൂല, നിങ്ങൾ സൈഡ് റോഡിൽ കൂടെ കുറച്ച് നാൾ പോവുക എന്ന് പറഞ്ഞാൽ പോവുക. അപ്പൊ എനിക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പൈസ ഇല്ല, അപ്പൊ മരുന്നുകൾ കൊണ്ട് ഇടവഴിയിലൂടെയുള്ള ട്രാഫിക് വെച്ച്, അതായത് ചെറിയ ധമനികളിൽ കൂടെ ഉള്ള രക്ത ഓട്ടം വെച്ചിട്ട് ഞാൻ മാനേജ് ചെയ്തോളാം എന്ന് പറയാം. അതൊക്കെ പേഷ്യന്റ് ഡിസൈഡ് ചെയ്യുന്നതാണ്. അപ്പൊ ഇതെല്ലാം കൂടെ എടുത്തു വെച്ചിങ്ങനെ ഡോക്ടർമാരെ കരുതി വെച്ച് കാണിക്കേണ്ട കാര്യമില്ല. ഡോക്ടർമാർ പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഏറ്റവും അഭിലഷണീയമായത് ബ്ലോക്ക് മാറ്റുക. പിന്നെ ഈ 50% ഇല്ല, ഒരു 20-25% ബ്ലോക്ക് ഉള്ളൂ, അതും മാറ്റണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എല്ലാ പ്രൊസീജിയേഴ്സിനും, ഈ ആൻജിയോപ്ലാസ്റ്റി ഉൾപ്പെടെ ഏത് മെഡിക്കൽ പ്രൊസീജിയറിനും കുറച്ച് റിസ്ക് ഉണ്ട്. ഒരു ശതമാനം അതിൽ താഴെയുള്ള റിസ്ക് ആൻജിയോപ്ലാസ്റ്റിക്ക് ഉണ്ട്. അപ്പോ ഈ 20-25% ബ്ലോക്ക് വെച്ച് നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളും സിംറ്റംസ് ലക്ഷണങ്ങളൊന്നും ഇല്ലെങ്കിൽ അതവിടെ ഇരുന്നോട്ടെ എന്ന് വെക്കുക. എന്നിട്ട് ഈ ബ്ലോക്ക് കൂടാതിരിക്കാൻ മരുന്ന് കഴിക്കുക. അതായത് രക്തം കട്ട പിടിക്കാതിരിക്കാനും BP മരുന്ന്, സ്മോക്കിംഗ് ഉണ്ടെങ്കിൽ അത് നിർത്തുക. അങ്ങനെ ഡോക്ടർമാര് പറയുന്നത് ഐഡിയലായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഒരു പേഷ്യന്റിന് എന്താണ് വേണ്ടതെന്ന് ആ പേഷ്യന്റാണ് ഡിസൈഡ് ചെയ്യുന്നത്. അതിന് ഡോക്ടർമാരെ ചീത്ത പറഞ്ഞിട്ട് കാര്യം. താങ്ക് യു.